PPD at PS വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ 2 വീഡിയോസ് നമ്മൾ ചെയ്തതാണ്. നിങ്ങളെല്ലാവരും അത് കണ്ടതാണ്. ഇനി അത് കാണാത്ത പാർട്ട് 1 പാർട്ട് 2 ഒന്നാമത്തെ അധ്യായം പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞതാണ്. ആരെങ്കിലും കാണാത്തവർ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റും. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കണം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞത് എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റമായിട്ട് ബന്ധപ്പെട്ട ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തം നമ്മൾ പഠിച്ചു. ആ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് ശേഷം നമ്മൾ ആറ്റത്തിൽ ചില മൗലിക കണങ്ങളുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ J.J. തോംസൺ, അതുപോലെ തന്നെ പ്രോട്ടോൺ റൂദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, ഇവരാണ് ഇതൊക്കെ കണ്ടെത്തിയത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്കറിയേണ്ടത് ഈ ആറ്റത്തിലുള്ള ഈ കണികകൾ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചോദ്യമാണ്. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോണും ആറ്റത്തിലുണ്ട്. ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണൊക്കെ പരസ്പരം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാ കണികകളും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ ചില കണികകൾ ചലിക്കാതെ അടങ്ങി നിൽക്കുകയാണോ? അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ ഏത് രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആറ്റത്തിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയാണ്, ആറ്റം ഏത് രൂപത്തിലാണ്, ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പ്രോട്ടോൺ എവിടെയാണ്, ന്യൂട്രോൺ എവിടെയാണ്, ഓരോന്നും എങ്ങനെയാണ് തമ്മിൽ പെരുമാറുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആറ്റത്തിന് ആദ്യമായിട്ടൊരു ഘടന, സ്ട്രക്ചർ, ഒരു ഘടന നൽകിയ ശാസ്ത്രജ്ഞനാണ് J.J. തോംസൺ. J.J. തോംസൺ ആറ്റത്തിന് ഘടന നൽകുന്ന സമയത്ത് ന്യൂട്രോൺ ആറ്റത്തിലുണ്ട് എന്ന് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ന്യൂട്രോൺ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ന്യൂട്രോണിൻ്റെ ഡിസ്കവറിക്ക് മുമ്പാണ് J.J. തോംസൺ ആറ്റത്തിൻ്റെ ഘടന വിശദീകരിക്കുന്നത്. J.J. തോംസൺ ആറ്റത്തിനൊരു ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നീ അടിസ്ഥാന കണങ്ങളാണ് ആറ്റത്തിലുള്ളത് എന്ന്, അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതി അത് ഇലക്ട്രോണും പ്രോട്ടോണും മാത്രം കണ്ടെത്തിയിട്ടുള്ളായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ J.J. തോംസൺ ആറ്റത്തിനൊരു ഘടന ആവിഷ്കരിച്ചു. അദ്ദേഹം J.J. തോംസൺ നൽകിയ ആറ്റത്തിൻ്റെ ഘടനയ്ക്ക് നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് പറയാം. പ്ലം പുഡിംഗ് മോഡൽ. പ്ലംസ്, പഴങ്ങൾ, ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ നല്ല മധുരമുള്ള ഭാഗമുണ്ട്, പുറത്തൊരു തൊലിയുണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനോട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ J.J. തോംസൺ ആറ്റത്തിന് ഘടന നൽകിയത്. J.J. തോംസൺ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ആറ്റത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെല്ലാം ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരേപോലെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻസൈഡ് ദ സ്ഫിയർ. ഒരു ഗോളം, ഒരു സ്ഫിയർ. ആ ഗോളത്തിൻ്റെ ഉള്ളിൽ ആറ്റം ഒരു ഗോളായിട്ട് സങ്കല്പിക്കാം. ഒരു പന്ത് പോലെ ഉരുണ്ട ചെറിയൊരു ആറ്റം, ഒരു ഗോളം പോലെ സങ്കല്പിക്കാം. ആ ഗോളത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, എല്ലാ ഭാഗത്തും ഒരേപോലെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇലക്ട്രോണുകൾ. പ്രോട്ടോണുകൾ ഈ ഇലക്ട്രോണുകൾക്ക് ചുറ്റും ഒരു കവചമായി, ഇലക്ട്രോണുകളെ പുറത്തു പോകാൻ സമ്മതിക്കാതെ പ്രോട്ടോണുകളെല്ലാം ഒരു കവചമായി ഗോളത്തിൻ്റെ പുറന്തോടായിട്ട്, പുറം തൊലിയായിട്ട്, പ്ലം പഴത്തിൻ്റെ തൊലിയില്ല, ആ തൊലിയുടെ സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഘടനയാണ്
ജെ തോംസൺ ആറ്റത്തിന് നൽകിയത്. അതിൽ ആ മധുരമുള്ള പ്ലംസിലെ മധുരമുള്ള ഭാഗത്തെ സൂചിപ്പിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോണുകളാണെന്ന് പറയാം. പുറത്ത് ആ മധുരമുള്ള ഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന തൊലി, ആ കട്ടിയുള്ള ആ തൊലിയെ നമ്മൾ സൂചിപ്പിക്കുന്നത് പ്രോട്ടോണുകളായിട്ടും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇതാണ് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. അപ്പോൾ ആറ്റം ഈസ് എ സ്ഫിയർ, സ്ഫെറിക്കൽ ഷേപ്പ്. ഇൻസൈഡ് ദ സ്ഫിയർ all the electrons are uniformly distributed. The protons are covered the electrons. ഇലക്ട്രോണുകളെ കവർ ചെയ്ത് നിൽക്കുകയാണ്. It was the structure of atom introduced by J. Thomson. That is we called plum pudding model. പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളമാണ് ആറ്റം. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഗോളമാണ് ആറ്റം. ആ ഗോളത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ തുല്യമായി എല്ലാ ഭാഗത്തും വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു പ്ലം പുഡിംഗ് മോഡൽ. ഇതാണ് ആറ്റത്തിൻ്റെ ജെ തോംസൺ നൽകിയ പ്ലം പുഡിംഗ് മോഡൽ. അതിനുശേഷം ജെ തോംസൺ നൽകിയ ഈ ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം ഉപയോഗിച്ച് നമുക്ക് പദാർത്ഥങ്ങളുടെ ഗുണങ്ങളോ സ്വഭാവങ്ങളോ കൂടുതലായിട്ട് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. വിശദീകരിക്കണമല്ലോ. ഇപ്പോൾ ഹൈഡ്രജൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ഹൈഡ്രജൻ എന്തുകൊണ്ട് കത്തുന്നു, ഹൈഡ്രജൻ ഓക്സിജനുമായി സംയോജിച്ച് വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെ, വാട്ടർ ഉണ്ടാകുന്നത് എങ്ങനെ, ഇതൊക്കെ വിശദീകരിക്കാൻ കഴിയണം. ഇത് വിശദീകരിക്കണമെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന പറഞ്ഞത് ശരിയാവണം. അപ്പം ആറ്റത്തിന് നൽകുന്ന ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം ക്ലിയർ ആണെങ്കിലേ, അത് ശരിയാണെങ്കിലേ, അത് സത്യമാണെങ്കിലേ നമുക്ക് ഓരോ പദാർത്ഥങ്ങളുടെയും സ്വഭാവ ഗുണങ്ങൾ കൃത്യമായി നിർവചിക്കാനോ വിശദീകരിക്കാനോ കഴിയുള്ളൂ. അപ്പം ജെ തോംസൺ നൽകിയ പ്ലം പുഡിംഗ് മോഡൽ ഉപയോഗിച്ച് പദാർത്ഥങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കൂടുതലായിട്ട് അത് അറിയാൻ കഴിയുന്നില്ല, വിശദീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആറ്റത്തിൻ്റെ മോഡലിന് പിന്നെ വീണ്ടും അതിനെപ്പറ്റി പഠനം നടത്തുകയും വീണ്ടും അതിന് മാറ്റങ്ങൾ വരികയാണ്. രണ്ടാമതായിട്ട് ആറ്റത്തിന് ഘടന നൽകിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്, ഏണസ്റ്റ് റൂദർഫോർഡ്. റൂദർഫോർഡ് ആറ്റത്തിന് നൽകിയ മാതൃകക്ക് പറയുന്ന പേരാണ് സൗരയൂഥ മാതൃക. സൗരയൂഥ മാതൃക, സോളാർ സിസ്റ്റം. ആറ്റത്തിന് സൗരയൂഥത്തിൻ്റെ മാതൃക ഘടന നൽകിയ ശാസ്ത്രജ്ഞനാര്? റൂദർഫോർഡ്, ഏണസ്റ്റ് റൂദർഫോർഡ് ഈസ് എ സയൻറ്റിസ്റ്റ്. He introduced the structure of atom. He introduced the structure of atom as he compared the structure of atom to solar system. സൗരയൂഥ മാതൃകയോട് താരതമ്യം ചെയ്ത്, അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ മാതൃകയോട് സാദൃശ്യമുള്ളതാണ് ആറ്റത്തിൻ്റെ ഘടന എന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. The structure of atom is just like structure of solar system. സോളാർ സിസ്റ്റത്തെ പോലെ തന്നെയാണ് ആറ്റത്തിൻ്റെ ഘടനയും എന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. അപ്പോൾ റൂദർഫോർഡ് നൽകിയ ആറ്റം ഘടന സോളാർ സിസ്റ്റത്തിൻ്റെ ഘടനയാണ്, സൗരയൂഥ മാതൃകയാണ്. എന്താ സൗരയൂഥത്തിൻ്റെ പ്രത്യേകത? സൗരയൂഥത്തിൻ്റെ പ്രത്യേകത സൂര്യനാണ് സെൻറ്ററിൽ, അല്ലേ, സൺ. സൗരയൂഥത്തിൻ്റെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സെൻറ്ററിൽ നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യന് ചുറ്റും ഓരോ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, 8 ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ എന്നാണ് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അതിനിപ്പോൾ പ്ലൂട്ടോ ഒഴിവായ പിന്നെ 8 ഗ്രഹങ്ങളാണ്. അപ്പം സൂര്യന് ചുറ്റും 8ഓളം ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും കറങ്ങാൻ ഓരോ വഴിയുണ്ട്, ഓരോ പാതയുണ്ട്. ആ പാതയിലൂടെ ഭൂമിക്ക് ഭൂമിയുടെ പാതയിലൂടെ സഞ്ചരിക്കാം. ഭൂമി സഞ്ചരിക്കുന്ന പാതയിലൂടെ വേറൊരു ഗ്രഹം വരില്ല. ബുധൻ കറങ്ങുന്ന പാതയിലൂടെ ബുധൻ മാത്രമേ പോകുള്ളൂ, അതിലൂടെ ശുക്രൻ വരില്ല. ഇതേപോലെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്. ആ കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച റൂദർഫോർഡാണ്, അറിയാലോ.
ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, വിവരിച്ചതാണ്. അപ്പം സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ എന്നതുപോലെ ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് മുഴുവൻ പ്രോട്ടോണുകളും, പോസിറ്റീവ് ചാർജുള്ള മുഴുവൻ പ്രോട്ടോണുകളും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയാണ് വിശദീകരിക്കുന്നത്. സൗരയൂഥത്തിൻ്റെ മാതൃക പോലെയാണ് ആറ്റത്തിൻ്റെ മാതൃക ഘടന. ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ഈസ് ജസ്റ്റ് ലൈക്ക് സോളാർ സിസ്റ്റം. At the center of solar system it is sun. Here at the center of atom it is nucleus. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള മുഴുവൻ പ്രോട്ടോണുകളും നിലനിൽക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ കേന്ദ്രീകരിക്കപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ. All the electrons are revolving around the nucleus like planets are revolving around the sun. സൂര്യന് വലയം ചുറ്റുന്ന ഗ്രഹങ്ങളെപ്പോലെ ന്യൂക്ലിയസിനെ വലയം ചുറ്റുന്ന ഇലക്ട്രോണുകൾ. ഇതായിരുന്നു സോളാർ സിസ്റ്റം. അപ്പം സോളാർ സിസ്റ്റത്തോട് ആറ്റത്തിൻ്റെ ഘടനയെ ഉപമിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. അറിയാലോ, അത് മറക്കരുത്. ഇനി ഇതിനും ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും, റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയുടെ പരിമിതി എന്ത്, പോരായ്മ എന്ത്? വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് സോളാർ സിസ്റ്റം, ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റൂദർഫോർഡ്. റൂദർഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആറ്റത്തിൻ്റെ സ്ട്രക്ചറായ സോളാർ സിസ്റ്റത്തിൻ്റെ അതേ മാതൃകയോട് ഉപമിച്ച സൗരയൂഥ മാതൃകക്കുള്ള പോരായ്മ എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, പരിമിതികൾ എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് ആ പരിമിതി എന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ നിങ്ങൾ, റൂദർഫോർഡ് പറഞ്ഞ എന്താ? ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്. ആ കേന്ദ്രഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു? ന്യൂക്ലിയസ് എന്ന് പറയുന്നു. കറക്റ്റ്. ആ കേന്ദ്രഭാഗത്ത് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും. നോക്കുക, ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. പോസിറ്റീവ് ചാർജുള്ള മുഴുവൻ പ്രോട്ടോണുകളും ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിൽ നിൽക്കുന്നു. ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ ആണ് ഇത് വിചാരിക്കുക. നെഗറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോൺ. ഇത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ നോക്കുക, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന് ചാർജ് ഉണ്ടല്ലോ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ ഊർജം, എനർജി, ഊർജമുള്ള വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടാവുള്ളൂ. ചാർജ് ഉണ്ടെങ്കിൽ ഊർജം ഉണ്ട് എന്നാണ് അർത്ഥം. നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഉണ്ടെങ്കിൽ അതിന് എനർജി സംഭരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അത് സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ അത് അത് ആക്റ്റീവാണ്, അത് പ്രവർത്തന സജ്ജമാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മക്കളെ ശ്രദ്ധിക്കുക, ചാർജുള്ള കണികക്ക് ഊർജമുണ്ട്. നല്ല ഊർജമുള്ള കണികയാണ് ചാർജുള്ള കണിക. അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന് ഊർജമുണ്ട്. ഊർജമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഊർജമുള്ള ഒരു കണിക ചലിക്കുമ്പം അതിന് ഊർജം നഷ്ടപ്പെടും, കുറഞ്ഞു വരും. ഉറപ്പല്ലേ? വർക്ക് ചെയ്യുമ്പോൾ എനർജി കുറയില്ലേ? ഊർജം ഇങ്ങനെ കുറഞ്ഞു വരൂലേ? ഉള്ള ഊർജം നഷ്ടപ്പെടൂലേ? നമ്മളിങ്ങനെ ഓടുകയാണ്, നിൽക്കാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് വരൂലേ? ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയില്ലേ? ഇതേപോലെ തന്നെ ചാർജുള്ളൊരു കണിക ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഊർജം നഷ്ടപ്പെടും. ഊർജം കുറഞ്ഞു വരും. അങ്ങനെ ഊർജം കുറയുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഇപ്പം ന്യൂക്ലിയസിന് എത്ര അകലത്തിലാണ് ഈ ഇലക്ട്രോൺ നിൽക്കുന്നത് നോക്കുക. ഊർജം കുറയുമ്പോൾ അത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പോകും. നോക്കോ, അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പം ആദ്യത്തെ റെവല്യൂഷൻ ചുറ്റൽ കഴിയുമ്പോൾ അത് ഒന്ന് താഴത്തേക്ക് വരും. കണ്ടോ, അടിയിൽ കൂടെയാവും. പിന്നെ വീണ്ടും ഇതിങ്ങനെ കറങ്ങി അടുത്ത ചുറ്റലിൽ വീണ്ടും അത് അടിയിൽ കൂടെയാവും. അങ്ങനെ അത് താഴ്ന്ന് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരും. ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരും. ഊർജം കുറഞ്ഞു വരുമ്പോൾ അത് അടുത്തേക്ക് വന്ന് അവസാനം അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും.
അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും തമ്മിൽ കൂട്ടിമുട്ടി നിർവീര്യമാകുന്ന ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് വലിയ ഒരു പൊട്ടിത്തെറിയോടുകൂടി ആറ്റാണ്ടില്ലാതെയാവും. ഇലക്ട്രോണും പ്രോട്ടോണും കണ്ടുമുട്ടാൻ പാടില്ല. കണ്ടുമുട്ടിയാൽ വളരെ ഹ്യൂജ് എനർജി, വളരെ ഉയർന്ന അളവിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുകയും ഒരു ബ്ലാസ്റ്റായിട്ട് മാറുകയും അഥവാ ആറ്റം ഇല്ലാതെയാവും. ആറ്റം വിൽ കൊളാപ്സ്. ആറ്റം നശിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കയറുന്നതോടുകൂടി ആറ്റം നശിക്കും. അങ്ങനെ ആറ്റങ്ങൾ നശിക്കുകയാണെങ്കിൽ മോളിക്യൂൾസ്, തന്മാത്രകൾ ഇല്ലാതെയാവില്ലേ? മോളിക്യൂൾസ് ഇല്ലാതെയാവുകയാണെങ്കിൽ ഈ പദാർത്ഥങ്ങളൊക്കെ ഇല്ലാതെയാവില്ലേ? ഈ പദാർത്ഥങ്ങൾ, ഈ വസ്തുക്കളൊക്കെ ഇല്ലാതെയാവുകയാണെങ്കിൽ ലോകം തന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആറ്റം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുമ്പോൾ, ഈ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കുറഞ്ഞു വരുമ്പോൾ, അത് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അവസാനം അത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ, ഇലക്ട്രോണും ന്യൂട്രോണും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവ ഡിസ്ചാർജ് നടന്ന് അവ രണ്ടും നിർവീര്യമായി ആറ്റം തന്നെ ഇല്ലാതെയാവുമല്ലേ? ആറ്റം വിൽ കൊളാപ്സ്. ആറ്റം കൊളാപ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഇല്ലാതെയാകും. മോളിക്യൂൾസ് ഇല്ലാതെയായാൽ വസ്തുക്കളൊക്കെ ഓരോന്നോരോന്നോരോന്ന് ഇല്ലാതെയാകും. ഈ ലോകം തന്നെ ഇല്ലാതെയാകും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കണില്ല. നമ്മൾ ഇന്നലെ കണ്ട വസ്തുക്കളൊക്കെ ഇന്നും നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. ഈ ഡെസ്ക്, ബെഞ്ച്, പിന്നെ പേന, പെൻസിൽ, പുസ്തകം, ഇതൊക്കെ ഇന്നലെ ഉള്ളത് നമ്മൾ അടുത്ത് ഇന്നും ഉണ്ട്. അതില്ലാതെയായോ? ഇല്ല. അതിൽ മോളിക്യൂൾസ് നശിച്ചോ? ഇല്ല. ആറ്റങ്ങളില്ലാതെയോ? ഇല്ല. എന്തല്ലാതെയാവാന്ന്? ആറ്റം നശിക്കണില്ല. എന്തേ ആറ്റം നശിക്കാത്ത? ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. എന്താ കയറാത്തത്? ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ വരുന്നില്ല. എന്തേ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ വരാത്തത്? ഇലക്ട്രോൺ ഊർജ്ജം നഷ്ടപ്പെടുന്നില്ലേ? നഷ്ടപ്പെടണ്ടേ? അത് വർക്ക് ചെയ്യണില്ലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ആറ്റം നശിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ റൂദർഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല. റൂദർഫോർഡ് could not explain why atom is not collapse. ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ അവക്ക് ഊർജം കുറഞ്ഞു വരികയും അത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരികയും അവസാനം അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് പ്രോട്ടോണുമായി കൂട്ടിമുട്ടി ആറ്റം നിർവീര്യമാക്കപ്പെടുകയും ആറ്റം തന്നെ നശിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് വിശദീകരിക്കാൻ റൂദർഫോർഡിൻ്റെ ആറ്റം ഘടന കൊണ്ട് കഴിയുന്നില്ല. റൂദർഫോർഡ് ഗീവ് എ സ്ട്രക്ചർ ഓഫ് ആറ്റം ജസ്റ്റ് ലൈക്ക് സോളാർ സിസ്റ്റം, ബട്ട് റൂദർഫോർഡ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ why did atom not collapse. Negatively charged electrons revolve around the nucleus, just like planets revolving around the sun. The charged electron, when move around the nucleus, its energy will lose. Then it will go close to the nucleus. Finally it should enter to the nucleus. The atom should be collapsed, but atom does not collapse like this. Why did atoms are not collapsed like this? It could not explain by Rutherford. റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃക ഉപയോഗിച്ച് എന്തുകൊണ്ട് ആറ്റം ഈ രീതിയിൽ നശിപ്പിക്കപ്പെടുന്നില്ല എന്ന് വിവരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിൻ്റെ പരിമിതി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താണ് റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയുടെ പരിമിതി? അപ്പോൾ നിങ്ങൾ പറയണം, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾക്ക് ഊർജം നഷ്ടപ്പെട്ട് അത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വന്ന് അവസാനം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും അങ്ങനെ പ്രോട്ടോണുമായി കൂടിച്ചേർന്ന് ആറ്റം പൂർണ്ണമായി നിർവീര്യമാക്കപ്പെടുകയും ആറ്റം നശിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് വിവരിക്കാൻ റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃക കൊണ്ട് കഴിയുന്നില്ല. ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ by the solar system. The structure of atom given by Rutherford could not explain why did atoms are not collapsing. ഇനി ഈ ലിമിറ്റേഷൻ പരിഹരിക്കാൻ വേണ്ടി ഈ ഒരു പ്രശ്നം, എന്തുകൊണ്ട് ആറ്റങ്ങളൊന്നും നശിപ്പിക്കപ്പെടുന്നില്ല
ഈ രീതിയിൽ എന്തുകൊണ്ട് ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല? ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ എന്തുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വന്ന അവസാനം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ആറ്റം നശിക്കുന്നില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പുതിയൊരു ആറ്റം മാതൃക ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊണ്ടുവന്നു. അത് നീൽസ് ബോർ. ബോർ മോഡൽ ഓഫ് ആറ്റം എന്നാണ് നമ്മളതിന് പറയാം. ബോർ മോഡൽ ഓഫ് ആറ്റം, നീൽസ് ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ മൂന്നാമതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോർ മോഡൽ ഓഫ് ആറ്റമാണ്. നീൽസ് ബോർ മുന്നോട്ട് വെച്ച ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയുള്ളതാണ് എന്നും റൂദർഫോർഡ് മുന്നോട്ട് വെച്ച ആറ്റം മാതൃകയിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണ് എന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ മോഡലാണ്, മറക്കരുത്. ആദ്യമായി ആറ്റത്തിന് ഘടന നൽകിയത് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡലാണ്. പ്ലം പുഡിംഗ് മോഡലിന് ശേഷം ആറ്റത്തിൻ്റെ ഘടനയുമായി വന്നത് റൂദർഫോർഡാണ്. സൗരയൂഥ മോഡലാണ്. സോളാർ സിസ്റ്റത്തോട് ഉപമിച്ചു. അതിനും ചില പരിമിതികൾ, ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ ഒന്നും കൂടെ വിപുലമായി നല്ല രീതിയിലൊരു ആറ്റത്തിൻ്റെ ഘടന ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ബോർ മാതൃക. എന്താണ് ആറ്റത്തിൻ്റെ ബോർ മാതൃക? റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിലുണ്ടായിരുന്ന പരിമിതി, പോരായ്മ നികത്തിക്കൊണ്ടുണ്ടാക്കിയ പുതിയ ഒരു ആറ്റം മാതൃകയാണ് ബോർ മാതൃക, ബോർ മോഡൽ ഓഫ് ആറ്റം. ഈ ബോർ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം? അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് പറയും. ഇതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായി ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ നിശ്ചിത പാതകളുണ്ട്. ഈ പാതകളെ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ, ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ. ഇംഗ്ലീഷിൽ ഓർബിറ്റ്സ് ഓർ ഷെൽസ്. അപ്പോൾ എന്താണ് ഷെല്ല് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിശ്ചിത പാതകളെയാണ്. ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനുള്ള നിശ്ചിത പാതകളാണ് ഷെല്ലുകൾ. ദർ ആർ ഡെഫിനിറ്റ് പാത്ത് ടു മൂവ് ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ദീസ് പാത്ത്സ് ആർ കാൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ന്യൂക്ലിയസിന് ചുറ്റും ധാരാളം ഷെല്ലുകളുണ്ട്. 1, 2, 3 അല്ല, ധാരാളം ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകൾ പ്രധാനമായും KL, M, N എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഷെൽ നമ്പർ 1, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെൽ നമ്പർ 1, ആ ഷെല്ലിൻ്റെ പേര് K ഷെല്ല് എന്നാണ്, ഓർബിറ്റ്. ഷെൽ നമ്പർ 2, K ഷെല്ലിൻ്റെ തൊട്ട് മുകളിലുള്ളത് L ഷെല്ല്. ഷെൽ നമ്പർ 3 M, ഷെൽ നമ്പർ 4 N. ഇങ്ങനെ ഒന്നാമത്തെ ഷെല്ല് K, രണ്ടാമത്തെ ഷെല്ല് L, മൂന്നാമത്തെ ഷെല്ല് N, നാലാമത്തെ ഷെല്ല് N, വേണമെങ്കിൽ അഞ്ചാമത്തെ ഷെല്ല് O. അങ്ങനെ നമുക്ക് ന്യൂക്ലിയസിന് ചുറ്റും ധാരാളം ഷെല്ലുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനുള്ള പാതകൾ, നിശ്ചിത പാതകൾ. ഇവിടെ സ്ഥാനം മാറില്ല. ഇവിടെ K ഷെല്ല് നിൽക്കുന്ന പാത അത് അവിടെ തന്നെയായിരിക്കും. K ഷെല്ല് വേറെ സ്ഥലത്തേക്ക് പോകില്ല. എല്ലാ ഷെല്ലും അങ്ങനെ തന്നെ. ഈ പാതകളെ ഷെല്ല് അഥവാ ഓർബിറ്റ് എന്ന് പറയും. ഇനി K ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ല് K ആണ്. K ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ ഉണ്ടാവുക. ഇലക്ട്രോണിൻ്റെ എണ്ണം 2. രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ ഉണ്ടാവും. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? നാലാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. 2 എന്ന് പറഞ്ഞാൽ 2 × 1 സ്ക്വയർ.
ഒന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 × 1 സ്ക്വയർ. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 × 2 സ്ക്വയർ. നോക്കൂ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 4 അല്ലേ, 4 × 2 8. 2ൻ്റെ സ്ക്വയർ 4, 4 × 2 8. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 × 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 3 9, 3ൻ്റെ സ്ക്വയർ 3 × 3 9, 9 × 2 18 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പം നാലാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 × 4 സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ 4 4 16, 16 × 2 32. അപ്പം അഞ്ചാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 × 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 25, 25 × 2 50 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇപ്പം ഇങ്ങനെയാണ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണക്കാക്കുന്നത്. ബോർ മോഡൽ ഓഫ് ആറ്റം, നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയിൽ ഓരോ ഷെല്ലിലും ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ന്യൂക്ലിയസ്, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും ചേർന്നാണ് ന്യൂക്ലിയസ് ഉണ്ടായത്. അതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണെന്ന് നമുക്കറിയാം. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കാൻ നിശ്ചിത പാതകളുണ്ട്. ദർ ആർ മെനി പാത്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ദി പാത്ത് ഓഫ് ദ ഇലക്ട്രോൺസ് ആർ കാൾഡ് ഷെൽ അഥവാ ഓർബിറ്റ്. പ്രധാനപ്പെട്ട ഷെല്ലുകളാണ് കെ, എൽ, എം, എൻ എന്നിവ. അതിൽ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, അതിൽ 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, അതിൽ 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ല്, അതിൽ 18 ഇലക്ട്രോൺ. നാലാമത്തെ ഷെല്ല് എൻ ഷെല്ല്, അതിൽ 32 ഇലക്ട്രോൺ. അഞ്ചാമത്തെ ഷെല്ല് ഓ ഷെല്ല് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 50. ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n സ്ക്വയർ. 2n സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പറാണ്. നമ്മൾ കൊടുത്ത പോലെ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2 × 1 സ്ക്വയർ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2 × 2 സ്ക്വയർ. 10ാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? 2 × 10 സ്ക്വയർ. ആറാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 × 6 സ്ക്വയർ. അപ്പം n എന്നത് ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു. അഞ്ചാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 × 5 സ്ക്വയർ. അപ്പോൾ പറയട്ടെ, ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? 2n സ്ക്വയർ. n എന്തിനെ സൂചിപ്പിക്കുന്നു? ഷെല്ലിൻ്റെ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കാര്യം, ഒരു ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഒരു നിശ്ചിത അളവ് ഊർജമുണ്ടായിരിക്കും. നീൽസ് ബോർ പറയാണ്, ബോർ മാതൃകയാണ്, ആറ്റത്തിൻ്റെ ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണത്. മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം ചോദിച്ചാൽ ഈ പോയിന്റ് ഇങ്ങനെ എണ്ണാം. എങ്ങനെ എന്തൊക്കെ പറയേണ്ടത് ഒന്നും കൂടെ പറയാം. ഒന്ന്, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജില്ലാത്ത ന്യൂട്രോണുകളും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. 2, ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത പാതകളിലൂടെ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പാതകളെ ഷെൽ അഥവാ ഓർബിറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ഇവയെ ഊർജ നിലകൾ എന്നും വിളിക്കുന്നു. 3, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ലാണ് കെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ല്, ഷെൽ നമ്പർ 1. 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ കൊണ്ടും കെ, എൽ, എം, എൻ എന്നിങ്ങനെ അക്ഷരം കൊണ്ടും നമുക്ക് ഷെല്ലിനെ സൂചിപ്പിക്കാം. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ലാണ് കെ ഷെല്ല്. കെ ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, അതിൽ 2 ഇലക്ട്രോൺ പരമാവധി. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ല്, നാലാമത്തെ ഷെല്ല് എൻ ഷെല്ല്. ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം: കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺ. ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n സ്ക്വയർ. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2n സ്ക്വയർ. ഇനി ഒരു ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഒരു നിശ്ചിത അളവ് ഊർജ്ജം ഉണ്ടായിരിക്കും. ഈ ഊർജം
അല്പാൽപമായി നഷ്ടപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യൂല എന്നാണ്. ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞൊരു തിയറി, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. പ്ലാങ്ക്സിൻ്റെ ക്വാണ്ടം തിയറി അനുസരിച്ച് ഇലക്ട്രോണിൻ്റെ എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. ദാറ്റ് മീൻസ് ഫ്രാക്ഷനായിട്ട് ഊർജം നഷ്ടപ്പെടില്ല. ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് ഒരു ക്വാണ്ടം എനർജി കിട്ടുമ്പം അത് രണ്ടാമത്തെ ഷെല്ലിലേക്ക് നീങ്ങും. രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് ഒരു ക്വാണ്ടം എനർജി കിട്ടുമ്പം അത് മൂന്നാമത്തെ ഷെല്ലിലേക്ക് നീങ്ങും. മൂന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണിന് ഒരു ക്വാണ്ടം എനർജി കിട്ടുമ്പം നാലാമത്തെ ഷെല്ലിലേക്ക് നീങ്ങും. അപ്പം ഇലക്ട്രോണിൻ്റെ എനർജി 1, 2, 3, 4 എന്നിങ്ങനെ ഈ അനുപാതത്തിൽ മാത്രമേ നഷ്ടപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുള്ളൂ എന്നാണ്. അതിനാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. അല്പാൽപം ഊർജം നഷ്ടപ്പെടില്ല. 1, 2 ഒരു ക്വാണ്ടം ഊർജം, 2 ക്വാണ്ടം ഊർജം, 3 ക്വാണ്ടം ഊർജം, ആ രീതിയിലേ ഇലക്ട്രോൺ ഊർജം നഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഊർജം നിശ്ചിത അളവായതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ ആ ഷെല്ലിൽ കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നീൽസ് ബോർ പറയാണ്, ഒരു ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ആ ഷെല്ലിലൂടെ എത്ര കാലം കറങ്ങിയാലും ശരി അതിൻ്റെ ഊർജത്തിൻ്റെ അളവിൽ വർധനവോ കുറവോ സംഭവിക്കില്ല. ഇനി പുറമെ നിന്ന് നമ്മൾ കുറച്ച് എനർജി ആ ഇലക്ട്രോണിന് കൊടുക്കുകയാണെങ്കിൽ അത് താഴെ ഷെല്ലിൽ നിന്നും മുകളിലത്തെ ഷെല്ലിലേക്ക് നീങ്ങും. ഊർജം കുറഞ്ഞ ഷെല്ലിൽ നിന്ന് ഊർജം കൂടിയ ഷെല്ലിലേക്ക് നീങ്ങും. ഒരു ഇലക്ട്രോണിന് ഊർജം നഷ്ടപ്പെട്ടാൽ അത് ആ ഷെല്ലിൽ നിന്ന് തൊട്ട് താഴെയുള്ള ഷെല്ലിലേക്ക് നീങ്ങും. പക്ഷേ മുകളിൽ നിന്ന് താഴത്തേക്ക് നീങ്ങണമെങ്കിൽ ഒരു ക്വാണ്ടം എനർജി മൊത്തം നഷ്ടപ്പെടണം. ഇങ്ങനെ ക്വാണ്ടൈസ്ഡ് ഊർജം എന്നാണ്. എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ആ എനർജി പാക്കറ്റ് എന്നാണ് മലയാളത്തിൽ പറയാം. ഊർജ പാക്കറ്റുകളായിട്ടാണ് ഈ ഇലക്ട്രോണിൻ്റെ ഊർജത്തിൻ്റെ പാക്കറ്റുകളാണ്. എനർജി ക്വാണ്ടൈസ്ഡാണ്, ഊർജത്തിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഓരോ പാക്കറ്റ് ഊർജം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ, ഒരു പാക്കറ്റ് ഊർജം നഷ്ടപ്പെടുമ്പം അത് എൽ ഷെല്ലിൽ നിന്ന് അടുത്ത താഴെ ഷെല്ലിലേക്ക് പോകും. പിന്നെ ഒരു പാക്കറ്റ് ഊർജം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ താഴത്തേക്ക് പോകും. ഒരു പാക്കറ്റ് ഊർജം കിട്ടുമ്പം അതിൻ്റെ നേരെ മുകളിലുള്ള ഷെല്ലിലേക്ക് പോകും. ഒരു പാക്കറ്റ് ഊർജം കിട്ടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഷെല്ലിലേക്ക് പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂക്ലിയസിന് ചുറ്റും ധാരാളം ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളിലൂടെയാണ് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. KLMN എന്നിവയാണ് പ്രധാനപ്പെട്ട ഷെല്ലുകൾ. 1, 2, 3, 4 എന്ന അക്കങ്ങൾ കൊണ്ടും ഈ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ല് K ഷെല്ല്, അതിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 2. K ഷെല്ലിൻ്റെ തൊട്ടു മുകളിലുള്ള ഊർജം കൂടിയ ഷെല്ല് L ഷെല്ല്, അതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ഇലക്ട്രോൺ. അതിൻ്റെ തൊട്ടു മുകളിലുള്ള ഊർജം കൂടുതലുള്ള ഷെല്ല് M ഷെല്ല്, അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18. M ഷെല്ലിൻ്റെ തൊട്ടു മുകളിലുള്ള ഊർജം ഏറ്റവും കൂടുതലുള്ള ഈ ഷെല്ല് N ഷെല്ല്, അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 2n². മറക്കണ്ട, 2n². ഇവിടെ n എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഷെല്ലിൻ്റെ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2 × 1². 1 എന്നത് n സ്ഥാനത്ത് 1 കൊടുക്കുക. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ n സ്ഥാനത്ത് 2 കൊടുക്കുക. മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ n സ്ഥാനത്ത് 3 കൊടുക്കുക. നാലാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം n സ്ഥാനത്ത് 4 കൊടുക്കുക. അപ്പോൾ എട്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 × 8². എന്നിട്ട് 64 × 2 128 ഇലക്ട്രോൺ. ഈ രൂപത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 2n². ഒരു ഇലക്ട്രോൺ ഒരു പ്രത്യേക ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഷെല്ലിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ ഊർജത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതാണ് നീൽസ് ബോറിൻ്റെ തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്.
ഒരു ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഒരു നിശ്ചിത അളവ് ഊർജമുണ്ടായിരിക്കും. ആ ഷെല്ലിലൂടെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണിൻ്റെ ഊർജത്തിൻ്റെ അളവിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഷെല്ല് മാറുമ്പോൾ മാത്രമേ ഊർജത്തിൻ്റെ അളവിൽ മാറ്റം വരുള്ളൂ. ഊർജം കൂടുതൽ കിട്ടുമ്പോൾ അത് താഴെയുള്ള ഷെല്ലിൽ നിന്നും തൊട്ടു മുകളിലെ ഷെല്ലിലേക്ക് നീങ്ങും. അതിനേക്കാൾ ഊർജം കിട്ടുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഷെല്ലിലേക്ക് നീങ്ങും. ഊർജം കുറയുമ്പോൾ തൊട്ട് താഴെയുള്ള ഷെല്ലിലേക്ക് നീങ്ങും. ഇതിൽ ഏറ്റവും ഒരു ഇലക്ട്രോണിന് താവാവുന്ന പരിധി എന്ന് പറഞ്ഞാൽ ഊർജം ഏറ്റവും കുറഞ്ഞ ഊർജമുള്ള ഇലക്ട്രോൺ കെ ഷെല്ലിലായിരിക്കും ഉണ്ടാവുക. ആ കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ ഊർജം ഒരിക്കലും ഇനി അതിൽ നിന്നും ഇലക്ട്രോൺ ഊർജം നഷ്ടപ്പെടുത്താൻ കഴിയൂല. കാരണം അതിനൊരു ക്വാണ്ടം ഊർജ്ജമേ ഉള്ളൂ. ഇനി ആ ഊർജ്ജം നഷ്ടപ്പെട്ടാൽ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം 0 ആയിട്ട് മാറും. ഊർജം 0 ഇലക്ട്രോൺ ഇല്ലല്ലോ. ഇലക്ട്രോണിൻ്റെ എനർജി 0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇല്ലാതെയായി എന്നർത്ഥം. പിന്നെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ഊർജ്ജം ഒരിക്കലും 0 ആക്കാൻ പറ്റില്ല. നമുക്ക് 0 ആയാൽ ഇലക്ട്രോൺ ഇല്ലാതെയായി എന്നാണ് അർത്ഥം. അപ്പം ഒരു ഇലക്ട്രോണിൽ ഏറ്റവും കുറഞ്ഞ ഊർജം എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ ഊർജ്ജമാണ്. അതിനേക്കാൾ ഊർജം കുറഞ്ഞ ഇലക്ട്രോൺ പിന്നെ ഉണ്ടാവില്ല. എൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ഒന്നും കൂടെ പറയാണ്. പ്രധാനപ്പെട്ട ആശയങ്ങളൊന്ന്, ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. There is a center to an atom, it is called nucleus. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജില്ലാത്ത ന്യൂട്രോണുകളും ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്നു. All positively charged protons and chargeless neutrons are concentrated at the nucleus. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ നിശ്ചിത പാതകളുണ്ട്. അവയെ ഓർബിറ്റ്, ഷെല്ല് അല്ലെങ്കിൽ ഊർജനില എന്ന് വിളിക്കുന്നു. There is a particular fixed path around the nucleus. There are many fixed paths around the nucleus to move the electrons. This path of electrons are called shell or orbit or energy level. K, L, M, N എന്നിവയാണ് പ്രധാനപ്പെട്ട ഷെല്ലുകൾ. The main shells are K, L, M, N. ഈ പ്രധാനപ്പെട്ട ഷെല്ലുകളെ 1, 2, 3, 4 എന്നീ അക്കങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. The shells are also represented by the numbers 1, 2, 3, 4, etc. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ലാണ് കെ ഷെൽ. The nearest shell to the nucleus, the lowest energy level of an atom is K shell. അതിനെ കെ ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലുള്ളത് L, അതിനേക്കാൾ ഊർജം കൂടിയത് M, അതിനേക്കാൾ ഊർജം കൂടിയത് N. ഒന്നാമത്തെ ഷെല്ല് കെ ഷെൽ, അതിൽ 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെൽ, അതിൽ 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ല് എം ഷെൽ, അതിൽ 18 ഇലക്ട്രോൺ. നാലാമത്തെ ഷെല്ല് എൻ ഷെൽ, അതിൽ 32 ഇലക്ട്രോൺ. ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണക്കാക്കുന്നത് 2n² എന്ന സൂത്രവാക്യം ഉപയോഗിച്ചിട്ടാണ്. The maximum number of electrons in a particular shell is 2n². What is n? n എന്തിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും? 2 × 1². രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 × 2². മൂന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 × 3². നാലാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 2 × 4². ഒരു ഷെല്ലിലുള്ള മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 2n². ഒരു ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഊർജം നഷ്ടപ്പെടുകയോ ഊർജം സ്വീകരിക്കപ്പെടുകയോ ചെയ്യാത്തിടത്തോളം കാലം അത് ആ ഷെല്ലിലൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഊർജം നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺ അതിന് താഴെയുള്ള ഷെല്ലിലേക്കും
ഊർജം കൂടുതൽ ലഭിക്കുന്ന ഇലക്ട്രോൺ അതിൻ്റെ മുകളിലുള്ള ഷെല്ലിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടും, നീക്കം ചെയ്യപ്പെടും. An electron revolving around the nucleus in a particular shell will not change its position. It will revolve through this shell itself without changing the energy of that electron. ഇതിൽ കെ ഷെല്ലിൽ ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഷെല്ലിൽ നിന്ന് അതിനേക്കാൾ താഴെയുള്ള ന്യൂക്ലിയസിലേക്ക് ആ ഇലക്ട്രോൺ ഒരിക്കലും നീക്കം ചെയ്യപ്പെടുകയില്ല. അത് കെ ഷെല്ലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ ആറ്റത്തിൻ്റെ ബോർ മാതൃകയെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റവും റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയും ആറ്റത്തിൻ്റെ ബോർ മാതൃകയും എന്താണെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എല്ലാവർക്കും ഇത് എത്തിക്കുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. പുതുതായി കാണുന്ന കുട്ടികളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊട്ടടുത്തിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകും. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.